ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ മുഹല്ലപ്പിയ പുഡിങ് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള നോർമൽ ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 വലിയ സവാളയും അതുപോലെ തന്നെ ഒരു തക്കാളി ഇതൊന്ന് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, നല്ല ചുവട് കട്ടിയുള്ള പാൻ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പം ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മളെ ചിക്കൻ എടുക്കണുള്ളൂ കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വഴച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു പച്ച മണം മാറണ വരെ അതിൻ്റെ ഒരു എണ്ണ ഇതിലേക്ക് നമ്മളെ പൊടിയിലേക്ക് തെളിഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ പാൻ നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നല്ല സ്ലോവിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 5 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി അരയ്ക്കാൻ പറ്റുമെങ്കിൽ അരക്കാം. എൻ്റെ ഈ മിക്സിയിൽ ആ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് അത് അരയാതെ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ തിരിച്ചെടുക്കുന്ന ടൈമിൽ. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതും നമുക്ക് എണ്ണ തെളിയണ വരെ ഒന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില, ഇനി മല്ലിയിലൊക്കെ വേണ്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് കയ്യിലുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതുപോലെ അടച്ചു കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മുളക് പൊടി എല്ലാത്തിൻ്റെയും ഐറ്റംസും നിങ്ങൾ കൂട്ടേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ നമുക്കിവിടെ ഒരു ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്തെടുത്ത് ലാസ്റ്റ് വരുന്ന ഒരു കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളത്തിനായിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഗ്രേവിയുടെ കൂടെ ഞാൻ പൂരിയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വന്നതല്ല, നമ്മൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു മാവ് കുഴച്ചെടുക്കുക എന്നുള്ളത് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞാനിതാ നമ്മളെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എങ്ങനെയാണോ പൂരിക്ക് മാവ് കുഴയ്ക്കുക അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതിൻ്റെ വിസ്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഹുക്ക് പോലത്തെ ഒരു വിസ്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഡോ എല്ലാം കുഴച്ചെടുക്കാനുള്ളതായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ പിസ്സാക്കുള്ള മാവും കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ്, നല്ല നമ്മൾ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ല ഈസി ആയിട്ട് നമുക്കിതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൂടാത്തതിന് ഈ ഒരു ബൗളൊക്കെ കഴുകിയെടുക്കാൻ നമ്മളൊരിക്കലും ഒത്തിരി പാടാണെന്നുള്ളത് ഒരു പാടുമില്ല. നമ്മൾ സാധാ ഒരു പാത്രത്തിൽ എങ്ങനെയാണോ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് അതിനേക്കാളും ഈസി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ആദ്യം കുറച്ച് ചെറിയ സ്പീഡിലിട്ടിട്ട് സ്പീഡിലൊക്കെ ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഹൈ സ്പീഡിൽ പോയി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൗഡറായിട്ട് നമ്മളെ മുഖത്തേക്കെല്ലാം തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ, ഞാൻ നോർമൽ പച്ചവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ പൂരി ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളത്തിലാണോ ചുടുവെള്ളത്തിലാണോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിസ്സയുടെ ആ ഒരു ഡോ ഒക്കെ ഞാൻ ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൈ വെച്ച് കുഴക്കണേനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ആ ഒരു ഡോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഈ പറഞ്ഞ പോലെ കഴുകാനൊന്നും ഒരു പാടുമില്ല. നമുക്ക് സാധാ നോർമൽ പാത്രത്തിൽ വെച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളെ മാവ് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കത് ലൈവായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ നോർമൽ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഹൈ സ്പീഡിൽ ലാസ്റ്റ് എത്തുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു കണക്ക് ഒരുപാടാവണ്ട. അപ്പോൾ പിന്നെ അത് ഒരു ഭയങ്കര ലൂസായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് കാണുന്നുണ്ട് നിങ്ങളെല്ലാതും കുഴഞ്ഞു വന്നിട്ട് ആ പാത്രത്തിന്മേലുള്ളതെല്ലാം വിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് അതിന് മുന്നേ തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് ഇനി ഓഫ് ചെയ്യുകയാണ്. ഈ കണ്ടോ, നിങ്ങൾ ഒരു പാത്രത്തിൽ എവിടെയും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് എടുക്കാം.
അപ്പോൾ കണ്ടില്ലേ മാവൊന്നും കണ്ടോ ഇതിൻ്റെ വിസ്കുമലോ എവിടെയും ഒന്നും പറ്റി പിടിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും ഈസിയാണ്. ഇനി ഞാനിപ്പം ഈ ഒരു ബൗളിൽ നിന്ന് ഈ ഒരു മാവ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ പൂരി പൊരിക്കുന്ന സമയത്ത് ഇനി എടുക്കണുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചിക്കൻ കറി അവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. കാരണം ഞാനിത് പൂരിയിലേക്കാണല്ലോ. നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടവർക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറിയായിട്ടും ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേവി ആയിട്ട് തിക്ക് ഗ്രേവി ആയിട്ടും കിട്ടും. അപ്പോൾ ഇതന്നെ ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നല്ല ഗ്രേവി ആയിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂർ മേത്തിയാണ്. അതൊന്ന് ജസ്റ്റ് കൈവച്ച് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലാത്തവർക്ക് മല്ലിയില ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. മല്ലി പുതിന അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഈസി ആയിട്ട് പെട്ടെന്ന് മടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ചിക്കൻ കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റെഡി ആയിട്ടുണ്ട് നമ്മളെ കറി. അപ്പോൾ നോമ്പ് തുറ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു പൂരി ചൂട് കൊടുക്കുകയാണല്ലോ ചുട്ടെടുക്കൽ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളെ പൂരീനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ മൈദയിലാണോ പൂരി ഉണ്ടാക്കുക ഗോതമ്പ് പൊടിയിലാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പുറത്തതാ ഒരു 3 കഷ്ണം മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ആർക്കുമല്ല, എൻ്റെ ഇക്കാക്കാണ്. ഇക്കാക്ക് കൂടുതൽ ഇങ്ങനെ ചിക്കനേക്കാളും മീനാണ് കേട്ടോ ഇഷ്ടം. എപ്പോഴും മീനാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആ ഒരു പാനിലിരുന്നിട്ട് തന്നെ നമ്മളെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.